പ്രിയപ്പെട്ട കൂട്ടുകാരെ, എനിക്ക് നിങ്ങളോട് വളരെ അത്യാവശ്യമായിട്ട് വളരെ ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് പറയേണ്ടത്. നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും അതുപോലെ യൂട്യൂബിലും അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ പല ഏജുകാർ കാണും. ഇപ്പോൾ നോക്കൂ, ഞാനൊരു മധ്യവയസ്കയായ സ്ത്രീയാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ, പെൺകുട്ടികൾ, സുന്ദരികളായ പെൺകുട്ടികളും അതിലൊക്കെ ഇൻസ്റ്റയൊക്കെ ഉണ്ടാവും അവർക്ക്. അപ്പോൾ അവരെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാനിത് പറയുകയാണ്. ഞാൻ യൂട്യൂബറാണ്, ഞാൻ ഡോക്ടറാണ്, അതുപോലെ തന്നെ സോഷ്യൽ വർക്കർ, അങ്ങനെ ഒരു ട്രെയിനർ കൂടെയാണ്. അപ്പോൾ ഞാൻ പല പ്രായത്തിലുള്ള ആൾക്കാരെ കാണുന്നുണ്ട്. ഇന്നലെ എനിക്കുണ്ടായ അനുഭവമാണ് പറയുന്നത്. അത് വെച്ച് തന്നെ ഞാൻ മനസ്സിലാക്കി, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ടോക്സിക് മീഡിയയാണ്. അത് നിങ്ങളുടെ ജീവിതത്തെ ഇല്ലാതാക്കാൻ, നിങ്ങളുടെ സാമൂഹ്യ ജീവിതത്തെ ഇല്ലാതാക്കാൻ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ ഇല്ലാതാക്കാൻ, നിങ്ങളുടെ കുട്ടികളെയും ഭർത്താവിനെയും അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെയും നിങ്ങളിൽ നിന്നും മാറ്റാൻ അത് നല്ല വഴിയാണ്. നോക്കൂ, ഇതിനകത്ത് കുറേ ആൾക്കാരുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ്, അതായത് എൻ്റെ മെസ്സഞ്ചറിലേക്ക് വരുന്ന ഫ്രണ്ട്സിനകത്ത് ഈ ലെസ്ബിയൻസ് ഉണ്ട്, ഗേസ് ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ്, ക്രോസ് ഡ്രസ്സേഴ്സ്, അങ്ങനെയുള്ള പല ആൾക്കാരും ഉണ്ട്. അതുപോലെ തന്നെ ഞാനൊരു ഹോമിയോപ്പതിക് ഡോക്ടറാണ്. പക്ഷേ ഞങ്ങൾക്ക് പഠിപ്പിച്ചത് മുഴുവൻ അലോപ്പതിക് സിലബസാണ്, അതിൻ്റെ കൂടെ ഹോമിയോ കൂടെ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ സൈക്കോളജി ഞങ്ങൾക്ക് ഒരു സബ്ജക്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ മനസ്സിലാക്കാനും അവരുടെ പ്രോബ്ലംസിന് ചില നിർദ്ദേശങ്ങൾ നൽകാനും എനിക്ക് പറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തന്നെ പോകുന്നു. അവർ വളരെ നല്ലവരാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ അതിനിടയ്ക്ക് രാക്ഷസന്മാരുണ്ട്. ഒരു ഫ്രണ്ട് എന്നോട് കുറച്ച് നാളിന് മുൻപേ പറഞ്ഞു, അയാൾക്ക് ഭയങ്കര ബിസിനസ്സാണ്, ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ട് നടക്കും. ട്രാവൽ ചെയ്യാൻ താല്പര്യമുണ്ടോ, വളരെ ഹൈ ഇതിലൊക്കെയാണ്. അപ്പോഴേ ഞാൻ അയാളെ ബ്ലോക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ എനിക്ക് വന്നൊരു മെസ്സേജാണ്. ഒരു പയ്യൻ കുറേ ദിവസങ്ങളായിട്ട് അവൻ ഹായ് മാഡം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അത് അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ അയാളുടെ കോളെടുത്തപ്പോൾ അയാൾ വീഡിയോ കോളിൽ വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തു, വീഡിയോ കോൾ ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ ഒരു ഫോട്ടോ അയച്ചിരുന്നു. അയാളുടെ അമ്മയാണ്. കണ്ടാലറിയാം, ഈ നമ്മുടെ മുംബൈയിലെ റെഡ് സ്ട്രീറ്റിലൊക്കെ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്ന സ്ത്രീകളില്ലേ, അതുപോലെയുള്ളതിൽ മലയാളി വേഷത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീ. ഈ സ്ത്രീ എൻ്റെ ഫ്രണ്ടാണത്രേ. എനിക്കറിയില്ല, എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. മ്യൂച്വൽ ഫ്രണ്ട്സ് കൂടുതലുള്ളവരെയൊക്കെ ഞാൻ ഫ്രണ്ട്ഷിപ്പ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലോ മറ്റോ വന്നിട്ടുണ്ടോ എന്നറിയില്ല. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഞാൻ അവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അവരെൻ്റെ ഫ്രണ്ടല്ല. അപ്പം ഇതുപോലെ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും ഞാൻ ബ്ലോക്ക് ചെയ്തത്. അതിനുശേഷം പിന്നെയും ഞാൻ പറഞ്ഞു, എൻ്റെ മക്കളുടെ ഡോക്ടറാണ് എൻ്റെ മോൻ, മകൾ അതുപോലെ എഞ്ചിനീയർ, അതെല്ലാം പറഞ്ഞ് എൻ്റെ പ്രായവും അവനെ അറിയാം. അപ്പോൾ വീണ്ടും പറഞ്ഞു, മാഡം നിങ്ങളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളുടെ സംസാരമല്ലേ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കുറേ നേരം കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ ഇട്ടു. ആ ഫോട്ടോ എന്ന് വെച്ചാൽ ഒരു കെട്ട് കൈ നിറച്ചിങ്ങനെ 500 രൂപയുടെ നോട്ടുകൾ കെട്ടി കൈ മാത്രം കാണിച്ചുകൊണ്ട്. അതിനെന്താണ് അർത്ഥം? നിങ്ങൾ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരിക, എൻ്റെ കയ്യിൽ കെട്ട് കണക്കിന് രൂപയുണ്ട്. എൻ്റെ ഫോണിനൊരു പ്രത്യേകതയുണ്ട്, എൻ്റെ ഫോൺ ക്ലോൺ ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ മകൻ്റെ ഫോണുമായിട്ട്. അപ്പോൾ എന്ത് മെസ്സേജ് വന്നാലും അവനിലേക്ക് പോവും. അത് ഒന്നും എനിക്ക് അവനെ ഒളിപ്പിക്കാനില്ല, എൻ്റെ ഫാമിലി ഒളിപ്പിച്ചെനിക്കൊരു കാര്യങ്ങളും ഇല്ല. അതുകൊണ്ട് ഞാൻ സേഫാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത് ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് ഇത്ര ടെംപ്റ്റേഷൻസ് ഉള്ളത് വരികയാണെങ്കിൽ എന്തായിരിക്കും ഫലം? അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ഇതിനകത്തുള്ള 1-2 പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വളരെ സൂക്ഷിക്കുക. നിങ്ങളെ ചതിക്കാനായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചതിച്ചതുപോലെ ചതിക്കാനായിട്ട് ചതിക്കുഴികളുമായിട്ട് ആൾക്കാരുണ്ട്. പെണ്ണ് ആണ് എന്നുള്ള വ്യത്യാസമൊന്നും ഇതിനകത്തില്ല. ചതിക്കുഴി തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ. നിങ്ങളുടെ കുട്ടികൾ വഴിവിട്ട് പോകുന്നത് നിങ്ങൾ പോലും അറിയില്ലല്ലേ. നിങ്ങൾ മെഡിസിനും അല്ലെങ്കിൽ അതുപോലെ PGക്കും ഒക്കെ നിങ്ങൾ ദൂരെ വിടുന്നുണ്ടാവും കുട്ടികളെ. അവരൊക്കെ ഇൻസ്റ്റയിൽ അംഗമാവും. ഇൻസ്റ്റയിൽ കാണുന്ന ഫോട്ടോ അല്ല ഈ പയ്യൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ മെസ്സഞ്ചറിൽ വന്ന ഫോട്ടോ അല്ല, രണ്ടാമത് അവൻ ഡയറക്റ്റായിട്ട് വന്നപ്പോഴുള്ള ഫോട്ടോ. അപ്പോൾ അതെല്ലാവരും ഫേക്ക് ഐഡിയിലാണ് വരുന്നത്. സ്ത്രീകളെന്ന് പറഞ്ഞ് ആരും സ്ത്രീകളല്ല, പുരുഷന്മാരാണ്. അതുകൊണ്ട് ഇതിനകത്തുള്ള നല്ല ഫ്രണ്ട്സിനും കൂടെ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ഇടുന്നത്. എല്ലാവരും ഇതൊന്ന് കാണുകയും കേൾക്കുകയും ചെയ്യണം. ഈ യുവന്മാരിങ്ങനെ കുറച്ച് പ്രായമായ സ്ത്രീകളെ സമീപിക്കുന്നതിന് വേറൊരു കാര്യം കൊണ്ട് ഒരു മെഡിക്കൽ റീസൺ കൂടെയുണ്ട്. അതായത് ഒരു മെനോപോസ് കഴിഞ്ഞ സ്ത്രീകളൊക്കെ ആകുമ്പോൾ അവരുടെ വജീനൽ റീജിയൻ, അതായത് യോനി റീജിയൻ, കുറച്ച് സെക്രീഷൻസ് ഒക്കെ കുറയും, കുറച്ച് ചുരുങ്ങും. അപ്പോൾ ഇവർക്ക് സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുമ്പോൾ കുറച്ചുകൂടെ സുഖം കിട്ടും എന്നുള്ളൊരു കോൺസെപ്റ്റ് ചിലരിൽ ഫോൾസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സുഖത്തിന് വേണ്ടിയാണ് ഈ സ്ത്രീകളെ ഈ മധ്യവയസ്കരായിട്ടുള്ള ആൻറ്റിമാരെ അന്വേഷിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ മനസ്സിലായോ? നമ്മൾ പത്രത്തിലൊക്കെ കേൾക്കാറില്ലേ, 92 വയസ്സായ അമ്മൂമ്മയെ റേപ്പ് ചെയ്തു, 60 വയസ്സുകാരിയെ റേപ്പ് ചെയ്തു, 70 വയസ്സുകാരിയെ റേപ്പ് ചെയ്തു. ഇതൊക്കെ ഇതിന് വേണ്ടിയാണ്. യവന്മാരുടെ മനസ്സിനകത്തൊന്നും അത് പഠിത്തമൊന്നും ഉണ്ടാവില്ല.
പഠനമൊക്കെ വളരെ കുറവായിരിക്കും. എന്തോ ഇവിടുന്നൊക്കെ കേട്ട് കൂട്ടുകാർ പറയുന്നതും കള്ളും കഞ്ചാവും ഒക്കെ അടിച്ച് വല്ലാത്ത രീതിയിലുള്ള കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളായിരിക്കും. പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് വയസ്സായ ആൾക്കാർ. അപ്പോൾ അവരിൽ നിന്നും ഇങ്ങനെയൊക്കെ കേട്ട് എവിടുന്നൊക്കെയോ വായിച്ച മഞ്ഞപ്പത്രങ്ങളോ മഞ്ഞ ബുക്കുകളൊക്കെ വായിച്ച അവർക്ക് കിട്ടിയ നോളജ് ആയിരിക്കാം ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് അവരെ ഫ്രിക്ഷൻ കൂടുതലാവണമെന്നും സുഖം കൂടുതൽ കിട്ടുമെന്ന് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള സ്ത്രീകളെ തേടിപ്പോകുന്നത്. അവർക്ക് ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ എൻ്റെ പ്രൊഫൈൽ നോക്കിയാൽ അറിയാം ഞാൻ ഡോക്ടറാണെന്നും ഒക്കെ. എന്നിട്ട് ഇങ്ങനെ എന്നെ അപ്രോച്ച് ചെയ്യാൻ വന്നാൽ എനിക്ക് പോലീസിൽ എനിക്ക് ഫ്രണ്ട്സുണ്ട്. എനിക്കറിയാം, നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് കൗൺസിലറായിട്ട് നിൽക്കുന്ന റിട്ടയർഡ് DGP ശ്രീലേഖ എൻ്റെ അടുത്ത സുഹൃത്താണ്. അതുപോലെ ഞാൻ മാധ്യമങ്ങളിൽ ഞാൻ പ്രസൻറ്റേഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾ വഴി എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള എന്നോട് ഇങ്ങനെ പെരുമാറാമെങ്കിൽ ഒരു സാധാരണ സ്ത്രീയോട് എങ്ങനെ പെരുമാറി വരിക? അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും. നിങ്ങളുടെ ജീവിതവും സ്വത്തും പൈസയും എല്ലാം പോവും. അവളുമാർ അടിച്ചെടുക്കും, അവന്മാരടിച്ചെടുക്കും. നിങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിക്കുക. അവരെ വല്ലപ്പോഴും ഒക്കെ ചെന്ന് കാണുകയൊക്കെ ചെയ്യുക. അവർക്കും പെട്ട് പോകാൻ പാടില്ലല്ലോ. കുട്ടികളോട് ഒരു കാര്യം കൂടെ ഞാൻ നിർത്തട്ടെ. എനിക്കും ഒരു മോളുണ്ട്. അവൾ ടെക്നോ പാർക്കാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്, പാർട്ടികൾ വരുമ്പോൾ അതിനകത്ത് ഒഴിച്ചു വയ്ക്കുന്ന ദ്രാവകങ്ങളിൽ, അതായത് കോളയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രണ്ട്സാണ് അവർ തന്നതാണെന്ന് പറഞ്ഞ് കുടിക്കാതിരിക്കുക. അതിൽ മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടോ എന്നറിയില്ല. അവിടെ പിന്നെ നടക്കുന്നത് പലതുമായിരിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെയും ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ടോക്സിക് ലോകമാണ്. ഇവിടെ നരകമാണ്. സാത്താൻ്റെ ലോകമാണിത്. ഇവിടെ ദൈവമല്ല മുന്നിട്ട് നിൽക്കുന്നത്, സാത്താനാണ്. സാത്താൻ പല രൂപത്തിൽ വരും സാത്താൻ്റെ അടിമകളാക്കാൻ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അച്ഛനമ്മമാർ വളരെയധികം ശ്രദ്ധിക്കുക. ഓക്കെ.